സാധനം എന്താ നാടെ എന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടലാന്നോ സല്ലി ഞാനെന്താ വഴക്ക് നിൽക്കലാന്ന് കേട്ടോ അങ്ങനെ ആക്കി നന്നുകൊണ്ട് നേരം വെളുത്ത വൈകുന്നേരമുള്ള കാട്ടിക്കൂട്ടല ഇത്. അതാ ഹക്കീക്കത്ത് നീയത്ത്. ആ കിതാബ് ഒന്നും ഓതിട്ടെങ്കിൽ ഇതാ ഓതുണ്ട്. വഫീഹി ഖംസത്തു ഫുസൂൽ, 5 ഫസലുണ്ട്. ഒന്ന്, ലാ അമല ഇല്ലാ ബിനിയ്യത്തിൻ, നീയത്തോടു കൂടി ഇല്ലാണ്ട് ഒരു അമല് വരൂല എന്ന് പറഞ്ഞു. ഉള്ളിന്ന് ഒരു ചേതോവികാരം, ഒരു പ്രേരണ ഇല്ലാത്ത കാലത്തോളം അമലും രണ്ടും ഇൽത്തിദാറിയായി പോകും. എന്തെങ്കിലും വേണം. ഇവിടെ കൊതു കടിച്ചിട്ടുണ്ടെങ്കിൽ കൈപൊക്കണമെങ്കിൽ എന്തുണ്ടാകും? കൊതു കടിച്ചതിനെ കൊതുവിനെ കളയണം എന്ന നീയത്തിൽ കൂടെ കൈപൊക്കുന്നു. അപ്പൊ അവിടെ ഞാനിതാ കൈവെക്കുന്നു. എന്തിനാണ്? കൊതുവിനെ തല്ലാൻ വേണ്ടിയാണ്. എന്തിനാണത്? കൊതു കടിച്ചിട്ടുണ്ടെങ്കിൽ വേദനിച്ചിട്ടുണ്ട്, എന്നെ ഉറക്കെ ശല്യപ്പെടുത്തി എന്നെല്ലാം പറഞ്ഞ നീയത്തോക്കല്. അതല്ല അസാലി ഇമാം പറഞ്ഞത്. ഒരാലിമ കയറി വരുന്നു. ഏത് നമ്മിങ്ങനെ ഇന്നോണ്ടിരിക്കുമ്പോ ഒരാലിമ കയറി വന്നു. ഒന്നുകിൽ ഉള്ളാണ്ട തങ്ങൾ കയറി വന്ന്, അല്ലെങ്കിൽ കോട്ടമൂൽ ഉസ്താദ് കയറി വന്നു, ഒരു ബഹുമാനിക്കപ്പെടണ്ടേ. അപ്പൊ എന്താ കൂടെ എണീക്കൂ. ഈ എണീക്കുന്ന ഒരു അമല് വന്നില്ലേ, അതിന്റെ പിന്നെ നീയത്തുണ്ടോ ഇല്ലയോ? എന്താ നീയത്ത്? അതൊരു ആലിമാണ്, സയ്യിദാണ്, ഓറ ബഹുമാനിക്കൽ എന്റെ കടമയാണ് എന്നുള്ള ബോധമാണ് ഇവരെന്താക്കിയ കസേല എടുത്തിട്ട് അവർക്ക് കസേല കൊടുത്തത്. ആടൊരാള് ഞാനിതാ കൊമ്മു ഇന്നിയാ കൊമ്മു, ഞാനിതാ എണീക്കുന്നത് എന്തിനാണ്? താലീമന്നി തങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഓർ ആലിമായ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. തങ്ങം വന്നിട്ടിരുന്ന് ചായയും കുടിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടാവും. കസേല അവർക്ക് ഇപ്പം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മൂപ്പറ പറയുന്ന നീയത്തിന് പാടുപെടേണ്ട, അപ്പം സെക്കൻഡോട് വരുമെന്നിവിടെ പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കൂ, ഇൽത്തിദാറിയായ സെക്കൻഡോട് എന്ന സാധനം ആണെങ്കിൽ ഇവന്റെ ഇഖ്തിയാരിയായ പണിയല്ലല്ലോ. അപ്പൊ നീയത്തിന് ഹുക്കുമുണ്ടാവൂലല്ല. ഫിഖിന്റെ ഹുക്കും അതിനോട് ബന്ധപ്പെടല് മുകല്ലഫായ മനുഷ്യന്റെ ഇഖ്തിയാരിയായ അമലിനോട്. ഇഖ്തിയാരില്ലെന്ന് പിന്നെ എന്തിനു കൽപ്പിച്ചു? അതിന് പറഞ്ഞ അതിന്റെ മുഖദ്ദിമാത്ത് വേണം. ഇതാ കേറി വരുന്നാണ് സാധാരണക്കാരനെല്ലാം ഇവിടെ അറിയേണ്ട. ആദ്യം ഇന്നാളാണ് നമുക്കില്ലാത്തൊരു പ്രത്യേകത. അയാൾക്ക് വയസ്സധികമുണ്ട് അല്ലേ? ഇങ്ങനെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ എണീക്കൽ കടമപ്പെട്ടവനാണെന്ന് ആദ്യം മുഖദ്ദിമാത്ത് അറിഞ്ഞു വെച്ച അതിൽ നിന്ന് കൂടി പൊട്ടി മുളക്കുന്നതാണ് ഈ നീയത്ത്. അപ്പൊ എന്താ പറയുന്നത്? ലാ അമല ബിനിയ്യത്തി, നീയത്തില്ലാതെ അമലേ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഒന്നുമില്ലാണ്ട് നടക്കൂല. ഒന്നുകിൽ സഹിയാവാം, അല്ലെങ്കിലോ മോശപ്പെട്ടതാവാം, എന്തിനുണ്ടാവും. അങ്ങനെ ഒരൊച്ച കേട്ട് എന്താന്നാടാ ആളെ ലോറിയോ മറ്റേ വണ്ടിയും കൂടെ കൂട്ടി മുട്ടീന്. അതൊന്നും എങ്ങനെയാന്നോടെ ഈ കാണണമെന്ന് വെച്ചപ്പോ ഇവരെ ഇവിടെ നീപ്പിച്ചത് നമ്മ ഇന്നലെ കണ്ടില്ലേ? അത് വേറെ ആളെ നിൽക്കാനൊക്കെ ഇയാൾക്കിട്ട് പറഞ്ഞപ്പോ അന്നീയത്ത് മനാത്തുൽ ജസായി. രണ്ടാമത്തെ പദ്യം എന്താന്ന്? പ്രതിഫലത്തിന്റെ മനാത്ത്. അത് കുടുക്കി കെട്ടിയിട്ട് നീയത്തിന്റെ മുകളിലാണ്. അമലിന്റെ മുകളിൽ മാത്രമല്ല നീയത്താണ്. രണ്ടാള് ഒരേ അമൽ രൂപത്തിൽ രണ്ടാള് ചെയ്ത രണ്ടാൾക്ക് 2 പ്രതിഫലമാണ്. ഒന്നിക്കൽ ഇയാൾക്ക് അധികം കിട്ടിയിട്ടുണ്ടാവും, മറ്റേയാൾക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടാവും. ചിലത് ഇയാൾ ശിക്ഷാർഹനായിട്ടുണ്ടാവും. ഒരേ പ്രവർത്തനം. അതല്ലേ ഹിജ്റ. വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയാ യുസീബുഹാ. അപ്പൊ അയാൾക്ക് പ്രതിഫലം കിട്ടിയാ. പക്ഷെ ഹിജ്റ പോക്ക് 500 കിലോമീറ്റർ സഞ്ചാരം രണ്ടാക്കുണ്ടായിട്ടില്ലേ? ദാഹവും വിശപ്പും യാത്രാക്ലേശം എല്ലാം രണ്ടാക്കുണ്ട്. ഇനി 3 എന്താ? ഫീമാ ജാഅ ഫീ ഫളദി നിയ്യത്തി സാലിഹത്തി, സാലിഹ നീയത്തിന്റെ മഹത്വം എന്തുണ്ടെന്ന് മിൻ കലാമിൽ ആരിഫീന വസ്സലഫ സാലിഹ്യങ്ങളെ കലാമിൽ കൂടി നമുക്ക് വ്യാഖ്യാനിച്ചു തരും. പിന്നെ ഫീ ഖൽബിൽ മുബാഹത്തി ഇല ത്വാഅ, മുബാഹായ പണിയാണ്, പക്ഷെ താഴത്തായി മറിക്കാൻ കഴിഞ്ഞ നീയത്ത് ചേർത്ത് കൊടുത്താൽ. കുറേ നീയത്ത് ചേർക്കാൻ അസാലിമാൻ പറഞ്ഞില്ലേ, ഒരാൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഉറപ്പെട്ട് എന്തിനാ പോകുന്നത്? കൂട്ട് മുബാഹായ അനിയത്തിന്റെ ഒരു അമൽബന്റെ കൂട്ട്. ഒന്ന് ജമാഅത്തായിട്ട് ഇരിക്കാന്, എത്തിക്കാഫിരിക്കാന്, അവിടെ ചെറിയൊരു നിർസുണ്ട്, അതിൽ ഇൽമിനെ സദസ് കേൾക്കാൻ. പിന്നെ ഒരാൾ മെച്ചെന്ന് പറഞ്ഞിട്ട് മയ്യത്തിരിക്കുക. ഇതെല്ലാം കൂടെ കൂടുമ്പോ എത്ര ആവശ്യങ്ങൾ ഒരു പണിയിൽ?
നിങ്ങൾ മലേഷ്യ വന്നിട്ട് ഇതിൽ കേൾക്കേണ്ട, പക്ഷെ വേണ്ട ആളില്ലാണ്ട് അതാ നീയത്ത്. സാലിഹായ നീയത്ത് ചേർത്ത് പിടിച്ചാൽ എന്താക്കും? മുബാഹാത്ത് മറികടന്ന് ചെയ്യുമെന്ന് അറിയുന്നു. അതേ മദ്കിരുദിലെ ഫൈസീറു ഔഖാത്തുൽ മുബാഹി ബിനിയത്തിൻ മസ്റൂഫത്തൻ ഫിൽ ഖൈരി ഫസ്ഹു ബിൽ ഇഗ്തിലാം. ഇനി ഫീ ഫളി തക്സീരിൻ, അതന്നെ ഒരു ഫീ ഫളി തക്സീരിൻ നിയ്യത്തി സാലിഹാത്ത്. ഒരു പ്രവർത്തനത്തിൽ തന്നെ വിവിധങ്ങളായ നിയത്ത് ചേർത്ത് വെക്കുക, നല്ലതിനും കൂലി കിട്ടും. എണ്ണീറ്റ് പറഞ്ഞു, ലാ അമല ഇല്ലാ ബിനിയ്യത്തിൻ, നീയത്തില്ലാതെ ഒരു അമലുണ്ടാവില്ല. അമൽ ഇല്ല എങ്കിൽ എന്താ ഉണ്ടാവില്ല? ഇൽത്തിറാറിയായ അമലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ബോധമില്ലാത്ത അമലായിരിക്കും. ഏനും റഹിമക്കല്ല അന്ന നീയത്ത്. ഈ നീയത്തിന് ഏതർത്ഥം വെക്കരുത്? ഈ കോപ്പറാട്ടി കളിക്കുന്ന അർത്ഥം വെക്കരുത്. നീയത്തിന് തന്നെ സൂഫിയാക്കൾ പറയുന്ന നീയത്തിന്റെ അർത്ഥം വേറെയാണ്, ഫുഖഹാക്കൾ പറയുന്ന നീയത്തിന്റെ അർത്ഥം വേറെയാണ്, നാടൻ ഉറഫിൽ നീയത്തിന്റെ അർത്ഥം പറയാം. ഇപ്പൊ ഫത്തുൽ മൊയില് നീയത്തെല്ലാം കാണാൻ പറയാം, നീയത്ത് അല്ലേ? അത് നീയെന്താ ചെയ്യുന്നതിനുള്ളൊരു മറുപടിയാണ് ആ നീയത്ത്. നീ എന്താ ചെയ്യുന്നോ? മുസല്ലി, ഞാൻ നിൽക്കുന്നു. ഏത് നിൽക്കാരോ? നൂറ്. അങ്ങനത്തെ നിൽക്കാരാന്ന് അത് ഫർളാന്ന്. എത്ര ആൾക്കാരത്തേക്കിരിക്കും? 4 ആൾക്കാരത്തേക്കിരിക്കും. ജമാഅത്തുണ്ടോ ഇല്ലയോ? ഇമാമോട് കൂടിയിട്ട് ഉണ്ടോ? അപ്പം നീയത്തിന്റെ ഉറുക്കിന് അതൊന്ന് 3 എണ്ണം. ഒന്ന് ചെയ്യുന്ന പണി പറയല്, രണ്ടാമത്തതോ അതിന്റെ പേര് പറയല്, ഫർളാണെങ്കിൽ ഫർള് എന്ന് വെളിപ്പെടുത്തല്. ഈ മറ്റേ ഇമാമോടുകൂടി കിബിലക്ക് വേണ്ടിട്ട് എന്ന് പറയല് അതിന്റെ ലാസിമാത്താണ്. അത് ഫുഖഹായിന്റെ അടുക്കൽ പറയപ്പെടുന്ന നിയ്യത്താണ് അല്ലേ? സൂഫിയാക്കടക്ക് പറയുന്ന നിയ്യത്ത് ഇന്നമല്ലാമാലും ബിന്നിയ്യാത്ത് എന്നിട്ട് റിയാദുസ് സാലിഹിന്റെ ഹെഡിങ്ങിൽ നിയ്യത്ത് തുടങ്ങി ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ദലീലും മദ്ലൂലും തമ്മിൽ ഒക്കുന്നില്ല എന്നുള്ള പരാതി വരുന്നു. പിന്നിട്ടില്ല. എന്നിട്ട് ഫമങ്കാനത്തെ ഹിജറത്തുഹ പറയുന്നു. റിയാദുസ് സാലിന്റെ മണി വായിച്ചേപ്പിക്കാം. അപ്പൊ ഈ ഫുഖഹാ പറഞ്ഞത് ഇതുമായിട്ട് ഒക്കുന്നില്ലല്ലോ. അതിനാദ്യം തീരുമാനിക്കേണ്ടത് ഫുഖഹാ റുക്കിനായിട്ടുണ്ടെന്ന ഒന്ന്, അതിന്റെ മായന വേറെ ഉണ്ട്. അതായത് തായ്ലീൽ കൊടുത്ത ദലീലല്ല കൊടുത്തത്, തായ്ലീൽ കൊടുത്ത എന്താന്ന്? മറ്റു പണികളിൽ നിന്ന് ഇതിനെ വേർതിരിച്ച് നിർത്താൻ എന്നാണ്. അപ്പൊ എന്തിനാ ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്താ ചെയ്യുന്നത്? നീ സുന്നത്താ അല്ല തഹിയ്യത്താ അല്ല മറ്റേ സുബീന്റെ കണ്ടാ എന്താ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ്, ആരെ കൽപ്പനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? രാജാവ് പറഞ്ഞിട്ടാണോ, പ്രസിഡന്റിന് വേണ്ടിയാണോ, അന്ന് പറഞ്ഞിട്ടാണോ, ആരെ കൽപ്പനക്ക് വിധേയമായിട്ടാണ് ചെയ്യുന്നതാണ് ഇന്നമല്ലാമാല് ബിന്നിയ്യാത്തിന്റെ മുഹദ്ദിസീങ്ങൾ പറയുന്ന നിയ്യത്ത്. രണ്ടും രണ്ടാണ്. അപ്പൊ അതിന് കൊടുക്കുന്ന ദലീല് പറയുമ്പോ ഈ ദലീല് ഒക്കൂല. അപ്പൊ അതിനോട് ഒപ്പിക്കാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഒപ്പിച്ചു നോക്ക്, വ്യത്യാസം ഇല്ലെന്ന്. അല്ല ലില്ലാഹിത്താല. പക്ഷെ അത് അതിന്റെ റുക്കിനായിട്ട് എണീറ്റില്ലല്ല. അള്ളാഹിനെ കൊണ്ട് ചേർത്ത് പറയലും റക്കാത്തിന്റെ എണ്ണം പറയലും കിബിലാക്ക് പറയലും എന്താണ്? മുസ്തഹബയുടെ റുക്കിനല്ലല്ലോ എണ്ണീന്, അതിന്റെ പൊതുലേ അല്ലേ ഇത്. അതേ സമയത്ത് ജുമാ പോലത്താണ് ഇമാമിനോടൊപ്പം എന്ന് പറയലും ഉജൂബാണ്. ഇമാമത്തിന് കരുതലും വേണോ? പക്ഷെ ഇതെല്ലാം ചേർത്ത് പിടിച്ച് വായിച്ചിട്ട് പ്രസിഡന്റിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മറ്റേ മുഹദ്ദിസീങ്ങളെ നിയ്യത്ത് പോയി. മറ്റൊന്ന് പറയുന്നത് ലാമലില്ല ബിനിയ്യത്തിൻ. എന്ത് പ്രവർത്തനം ഇഖ്തിയാരിയായ ഒരു പണി എനിക്ക് വേണമെങ്കിൽ അതിന്റെ പിന്നിൽ നിയ്യത്ത് എന്നൊരു ചേതോവികാരം ഇളക്കി വിടുന്ന ഒരു ബായിസ് വേണം. ആ നിയ്യത്തായത്. മൂന്നാമത്തെ അർത്ഥം അതെ. അപ്പം ആദ്യത്തെ നിയത്തിന്റെ മറുപടി ഞാൻ കൊതുവിനെ കൊല്ലുന്നു എന്ന് അറിയില്ലേ? എന്താ നീ എന്താ ചെയ്യുന്നത്? എന്തിന്റെ വേണ്ടിയാ ചെയ്യുന്നത്? അത് അന്നീയത്തെ അസാസുൽ അമാൽ, അമാലിന്റെ അടിത്തറയാണ്. വബിഹാ തസ്കു ജമീഉൽ അഫ്ആൽ, മുഴുവൻ പ്രവർത്തനങ്ങളും ആ നിയ്യത്ത് കൊണ്ടാണ് വളർമയുണ്ടാകുന്നത്. വലാ യുർഫഉ അമലുൻ ഇലല്ലാഹി തആല ഇല്ലാ ബിന്നിയ്യ, നിയ്യത്തില്ലാതെ ഒരു അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടൂല.
قال ابن عباس رضي الله عنهما في قوله تعالى لن ينال الله لحومها ولا دماؤها നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ولكن يناله التقوى منكم ഉലൂഹിയത്തിന്റെ മാംസം അള്ളയിലേക്ക് പോകില്ല, രക്തം അള്ളയിലേക്ക് പോകില്ല. പിന്നെന്താ നിങ്ങളെ കൂട്ടിയെടുക്കുന്നത്? തഖ്വ. അതല്ലേ മുമ്പ് നമ്മ അമല് പറഞ്ഞത്, അമല് 1 വേ ഉണ്ട്, 2 വേ ഉണ്ട്, 3 വേ ഉണ്ട്. അപ്പൊ 3 വേ ആയാല് അയാൾ മുശ്രിക്കാവുക അല്ല, ഉപ്പാക്ക് വേണ്ടി കത്തോതിന്. അപ്പൊ മറ്റൊരു മുഖദ്ദിമാത്ത് കൂട്ടും. ഖുർആൻ ഓതൽ എന്ന് പറഞ്ഞത് ഇബാദത്താകുന്നു, ഇബാദത്തിൽ ഉപ്പാക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളയില്ലാത്താക്ക് ചേർത്ത് പറഞ്ഞത്. അതുകൊണ്ട് ഉപ്പാക്ക് വേണ്ടി കത്തോതൽ എന്തല്ല, അല്ല ശിർക്കാണെന്നല്ലോ പറയും. ശിർക്കാണ്. ഇവിടെ വെച്ചേ അല്ല. നിസ്കാരം ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചാല് ഈ നിസ്കാരവും ഞാനും തമ്മിൽ 1 വേ ആണ്. അള്ളയും ഞാനും, അല്ല മൂന്നാമത്തെ ആൾ ഇടപെട്ടിട്ടില്ല അല്ലേ. ഞാൻ എന്താക്കുന്നത്, ഒരു ഭക്ഷണം വാങ്ങിച്ച് ഒരു ഫക്കീറിന് തീറ്റിച്ച് വിശക്കുന്നത് എനിക്കെന്ന് തരണേന്ന് കൊടുത്ത് അല്ലേ. ആർക്ക് വേണ്ടി കൊടുത്ത്? ഓന്റെ പ്രശസ്തി കിട്ടണം, നിങ്ങളെ ഓന്റെ പക്കുന്നൊരു ദുആ കിട്ടണം, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ എണീക്കണം, സ്വലൂട്ട് തരണം എന്ന നീയത്തിലല്ല. ഞാൻ ഉരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇടയിൽ ഈ നീയത്തിന്റെ കണക്ഷൻ ഉണ്ട്. ചോറ് കഴിച്ച വകയിൽ ഈ ഫക്കീറുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ 2 വേ കണ്ടോ, അള്ളാഹ് ചോദിക്കൂല. അപ്പൊ ലയ്യനാനല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ എന്ന് പറഞ്ഞെങ്കിൽ എന്തുണ്ട്? 2 വേ എന്നുണ്ട്. എന്നാ ഇത്തരം മനസ്സിലാക്കാൻ പണിയുണ്ടാ. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, അത് ആദ്യത്തെ 1 വേ, മറ്റേത് അങ്ങോട്ട് പോയി അല്ലേ. ഇനി മൂന്നാമതൊരു സാധനം ഉണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള സുലൂക്ക് നടത്തിയാൽ ഞാൻ ഇന്നത് തരാം എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അതിവിടെ കാണൂല. അത് എനിക്ക് വേണ്ട, എൻ്റെ ഉപ്പാക്ക് കൊടുക്കണോന്ന് പറഞ്ഞിട്ട് മെച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കണോ. അപ്പൊ ആളെ 3 വേ. അത് ചട്ടി കാഞ്ഞിട്ടേ മീൻ പൊരിയോന്ന് ആദ്യം വിചാരിച്ചു. ത്രീവേയാ. അപ്പൊ ഉപ്പാക്ക് ഹാത്തം മോദൽ എന്ന് പറഞ്ഞ 2 വേ ആണ്. പുലിയും അതെ നോമ്പ് ഓർപ്പിക്കുമ്പോ അപ്പൊ 1 വേ ഉണ്ട്. എനിക്ക് കിട്ടുന്ന കൂലി ഞാൻ ആർക്കും കൊടുത്തില്ല, ഞാൻ മാത്രം സ്വന്തം കാര്യം ചിന്താ. അതിൻ്റെ ഇടയിൽ ഈ അമൽ ചെയ്യാൻ വേണ്ടി ഒരു മഖ്ലൂക്കിന്റെ വാസിത്ത അത് ഉപയോഗപ്പെടുത്താനുണ്ടെങ്കിൽ 2 വേ. ഈ ഫക്കീറിന്റെ ഇടയിൽ എന്താക്കി, നമ്മുടെ ഉൽഫത്ത്, ഒരു മഹബത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂലി ഉപ്പാക്ക് കൊടുക്കുമ്പോൾ 3 വേ ആയി, 3 ആൾ അനുഭവിച്ചു. അപ്പൊ ഉപ്പാക്ക് ഹത്തോത് പറഞ്ഞാൽ മൂന്നാമത്തെ ലൈനെ പറ്റി നമ്മിപ്പോ പറഞ്ഞത്. അപ്പൊ 1 വേ ആകുന്ന അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ളത് പൊളിഞ്ഞിട്ടില്ല. 1 വേ ആയതുകൊണ്ടല്ല 3 വേ കിട്ടിയത്, അല്ലെങ്കിൽ അത് ഒന്നും കഴിയൂലല്ല. 1 വേ നിന്ന് ടേൺ ചെയ്യേണ്ടത്. ഇപ്പൊ എന്തെങ്കിലും തിരിഞ്ഞാമ ഞാനിങ്ങനെ പറഞ്ഞ് തളരാന്നല്ലാണ്ട്. അപ്പൊ ആദമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞ ശിർക്കായ എന്താണ്? എന്തിനാ സുജൂദ്? അള്ളാഹ് പറഞ്ഞിട്ട് ആരൊക്കെയുള്ള ആദമിനെ മുമ്പിൽ വെച്ച് ഉറക്കൊള്ള ചെയ്യണം. അപ്പൊ 2 വേ കൂലി എനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ. ഏതാണ് 1 വേ 2 വേ? 2 വേ. സുജൂദ് ആദമിനെ കൊള്ളേ. അപ്പൊ നിങ്ങൾ ഫക്കീറിന്റെ ഭക്ഷണം കൊടുക്കുമ്പോ എന്നാ 2 വേ. അപ്പൊ കണ്ട വലാകി യനാലുഹു തഖ്വ മിൻകും എന്ന് പറഞ്ഞ കാലം വലാകി യനാലുഹു നിയ്യാത്ത്. നിയ്യത്തുമാണ് നിങ്ങൾ അള്ളയിലേക്ക് എത്തിക്കുന്ന കണക്ഷൻ. ഈ സാധനം അടുത്തേക്ക് എത്തൂല. وعن عمر بن الخطاب رضي الله عنه المشهور حديث قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات. إنما ശ്രദ്ധിക്കണ്ടേ, ഇന്നമന്റെ പണി എന്താണ്? താലിനെ മുബ്തദാനെ ഖബർ നിങ്ങൾ പറഞ്ഞൂടാ. ചിലപ്പോ ഖബർ മുബ്തദി തിരിച്ചുവാകാം. താലിന്റെ താലിൽ ഹസനാക്കൽ അത് മുബ്തദ ചിലപ്പോ തിരിച്ചിട്ടതാണെങ്കിലും അങ്ങനെ തന്നെ.
ഇവിടെ അല്ലാമാല് ബിന്നിയാത്തെന്നാണ് ജുംല ഉണ്ടായിരുന്നത്. മുമ്പത്തേത് അമാല് ബിന്നിയാത്ത് ഖബർ. അപ്പൊ ഈ അമാലിനെ നീയാത്തിൽ ഹസറാക്കണം. അമാല് നീയത്ത് കൊണ്ട് മാത്രമാണ്. അത് ചിലർ പറയും നീയത്ത് കൊണ്ട് മാത്രമേ സഹീഹാവുള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ കബൂലാവുള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ പൂർണ്ണമായ കൂലി കിട്ടലെന്ന് പറയും. പല മദാഹിബത്തിലുണ്ട്. ആവല് തന്നെ നീയത്ത് കൊണ്ട് മാത്രം പറഞ്ഞാൽ എന്താകും? അമലയില്ലെന്ന് വരും. ആവും, പക്ഷെ ആയാലും അത് കബൂൽ ചെയ്യണമെങ്കിൽ നീയത്തോടോന്ന് പറഞ്ഞ ചിലരുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ റുക്കിന് ആവാനുള്ള റുക്കിനല്ല നീയത്ത്. മറ്റൊന്ന് കമാല്, നീയത്തോടെ കമാലാവുള്ളൂ. ഇനി നാലാമത്തെന്ന് പറഞ്ഞാൽ നീയത്ത് കൊണ്ട് മാത്രമേ അതിൽ ഫോർട്ടിഫൈ ചെയ്തിട്ട് പല കൂലികളും കിട്ടുള്ളൂ. ഇപ്പൊ ഞമ്മ മീൻ വാങ്ങാൻ വേണ്ടി പുട്ടിയുടെ അടുത്തേക്ക് പോയാൽ മീൻ വാങ്ങുന്ന കൂലി കിട്ടി, പലക്കാർക്ക് മീൻ വാങ്ങി കൊടുത്തു. ജമാഅത്തായിട്ട് നിൽക്കുകയും വേണം, മടങ്ങുമ്പോ അഹലിലേക്ക് നല്ലൊരു എന്തെന്ന് ജമങ്കല വാങ്ങണം എന്ന് കരുതിയാൽ 2 കൂലി കിട്ടി. അപ്പൊ നീയത്ത് കൊണ്ട് മാത്രമേ ഇരട്ടി പ്രതിഫലം കിട്ടുള്ളൂ എന്നും കൊടുക്കാം. നീയത്ത് കൊണ്ട് മാത്രമേ അല്ലാഹ് കബൂലാക്കുള്ളൂ എന്നും അർത്ഥം കൊടുക്കാം. നീയത്ത് കൊണ്ട് മാത്രമേ അമൽ ഉണ്ടാകുന്നുള്ളൂ എന്നും അർത്ഥം കൊടുക്കാം. ഓരോ അർത്ഥം ഉണ്ടാക്കി ഓരോ മൂല കുടിച്ചു. അപ്പൊ 4 മധുരം പോയി. രണ്ടാമത് നോക്ക്, അവിടെയുണ്ട് ഹസർ. എന്തിനാ ഹസർ? മുബത്തദാന ഖബറിലോ, ഇവിടെ മുബത്തദാന ഖബറില ഹസറാക്കിയത്. ഇനി അവിടെ നോക്കട്ടെ, എന്താ ഹസർ? ഷമസ് പറഞ്ഞട്ടെ, മുബത്തദാന ഖബറിലോ ഖബർ മുബത്തദയിലോ? അവിടെ പറഞ്ഞേ മുബത്തദാന ഖബർ എന്ന് പറയാൻ പറ്റൂല. താലിന്റെ താല് ചിലപ്പോ എന്താകാം മുബത്തദ മുഅഖറാകാം, ഖബർ മുഖദ്ദമോ. മാനവയാണ് എന്നുള്ളത് മുബത്തദ, ഖബർ ലികുൽ മുബത്തദ മുഅഖർ, ഖബർ മുഖദ്ദമോ. അപ്പൊ ഇവിടെ എന്താക്കിയെന്നറിയോ? മാനവ മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥം കിട്ടിയത്. മാനവ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലോ ഒരേ പണിയെടുക്കും. നാം ഇപ്പൊ എന്താകുന്നു? അവല് ജമാഅത്തിന്റെ പള്ളിയിൽ പോയിട്ട് പള്ളിയും ഈത്തിക്കാഫും തക്ബീറത്തുൽ ഇഹ്റാമെല്ലാം കിട്ടണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ പോയവരാണ്. പോകുമ്പോ എന്താക്കി വേറൊരാള് മീനും വാങ്ങണോന്ന് കരുതി, വേറൊരാള് മീൻ വാങ്ങല് മാത്രം കരുതി. എന്നാലും അടുത്ത പക്കം നിൽക്കിച്ചേക്കാം. ഒന്നിവിടെ എന്തുണ്ടായി? പണി എല്ലാവരുടെ പണിയൊന്ന്. മാനവ നോക്കിയിട്ട് ആദ്യത്താക്ക് കിട്ടിയ കൂലിയും മൂന്നാമത്താക്ക് കിട്ടിയ കൂലി ഒരുപോലെയാ. അപ്പൊ നിനക്കെന്ത് കിട്ടിയല്ലോ? എനിക്ക് പറഞ്ഞ മീൻ വാങ്ങിയ കൂലി കിട്ടി, അല്ലെങ്കിൽ ഒന്നുമില്ലാണ്ട് വേറെ ആളെ കൂലി കിട്ടി, അല്ലെങ്കിൽ വേറൊരു കുറ്റകരമായ കാര്യം ചെയ്ത് ഒരാൾക്ക് 2 അടി കൊടുക്കാനാന്ന് അവനെ കണ്ടിട്ട് ചീത്ത പറയാനാ പോയത്. ഹയ്യാലസലാം എന്ന് പറഞ്ഞ പള്ളിയിലും കയറി മറ്റവനിക്ക് കിട്ടിയതാ. അപ്പൊ മാനവയിലാണ് കൂലി നിൽക്കുന്നത്. ലിക്കുല്ലിം മാനവ. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്, ഫമൻകാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. ഒരാളെ ഹിജ്റ അല്ലാഹയിലേക്കും റസൂലിലേക്കും ആക്കി നിയ്യത്ത്. ഇപ്പൊ ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂൽ എന്ന അയാളുടെ ഹിജ്റന്റെ പ്രതിഫലം എന്നല്ലാണ്ട് മുബ്തദിയും ഖബറും ആവർത്തിച്ചു എന്ന് പറയണ്ട. ആദ്യത്തെ ഹിജ്റയും രണ്ടാമത്തെ ഹിജ്റ എത്തിബാറ് മാറി. ആദ്യത്തെ നീയത്തൻ, രണ്ടാമത്തതോ സമാപൻ. അള്ളയിലേക്കും റസൂലിലേക്കും ഹിജ്റ പോയാക്ക് കൊടുക്കുന്ന പ്രതിഫലം തന്നെയാണ് അയാളെ ഹിജ്റ അർഹിക്കുന്ന പ്രതിഫലം, അല്ലേ? വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുന്യ, ദുന്യൻ നോയിക്കണ്ട, ദുന്യാവിന് വേണ്ടിയാണ്. എന്തിന്? അത് കരസ്ഥമാക്കാൻ യുസൈബുഹ അവിംറഅത്തിൻ, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളാണ് യൻകിഹു അയാൾ നിക്കാഹ് ചെയ്യാൻ. ഹിജ്റത്തുഹു അയാളെ ഹിജ്റ ഇലാ മാ ഹാജറ ഇലൈഹി, അയാൾ എന്തിലേക്കാണോ ഹിജ്റ പോയത് അത് തന്നെ. അപ്പൊ ഹിജ്റ പോക്കപ്പെട്ട കാര്യം 2 ഉണ്ട്. അതുകൊണ്ട് എന്താക്കണം? വാക്ക് ചുരുക്കാൻ വേണ്ടി എങ്കിലേക്കാണോ ഹിജ്റ പോയത് അത്. നേരത്തെ ഒറ്റ ഹിജ്റയേ ഉള്ളൂ. ആ പറച്ചനെ ശരിയാക്കി എന്തെല്ലാം ബാലാകത്തെ ഹദീസ് വിളിച്ചു നോക്കണം. ഞാൻ ചോദിക്കുന്നത് ഹിജ്റ പറയാൻ കാരണം ഒമ്മങ്കാലത്ത് സലാത്തുഹു എന്ന് പറഞ്ഞൂടെ, ഒമ്മങ്കാലത്ത് സൗമുഹു എന്ന് പറഞ്ഞൂടെ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന കൂട്ടത്തില് ഒരാളുണ്ട്. അപ്പോൾ ഒരു പെണ്ണുങ്ങളെ തീരുമാനിച്ച് വെച്ചിട്ട് മംഗലം കഴിക്കാൻ. അപ്പോൾ വീടിന്ന് മംഗലം ശരിയാവില്ല, നമുക്ക് മദീനത്ത് പോയിട്ട് അവിടുന്ന് എല്ലാവരൊക്കെ മംഗലം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാള് ഈ മംഗലാവശ്യത്തിനാണ് എന്താക്കുന്നത്? ആ കാര്യം മുബാഹ തന്നെ.
പക്ഷേ അസ്ഹാബിമാർ പോയ ഹിജ്റിന്റെ പവറത്തൂല്ലല്ലോ. ഒരു തെറ്റായ കാര്യമല്ല. അതെന്താക്കി തങ്ങൾക്ക് ഗൈബിയായിട്ട് വിവരം കിട്ടി. അപ്പൊ സദസ്സിൽ ഇയാളെ പോക്ക് വെറുതെയാവരുത്, 500 കിലോമീറ്റർ സഞ്ചാരം മറ്റുള്ള അസ്ഹാബിമാരെ പോലെ ആവണം എന്ന് ഉണർത്താൻ വേണ്ടി ആളെ പേരൊന്നും പറയണം സദസ്സിനെ പറഞ്ഞു. അപ്പൊ തങ്ങളെ റിസാലത്തിന്റെ തെളിവിനുള്ളിൽ ഹിജ്റെടുത്ത് പറഞ്ഞു. അപ്പൊ ഹിജ്റന്റെ നമ്മളെ ബാക്കി കേസായിക്കൂടാ. അപ്പൊ തങ്ങൾക്ക് എന്തുണ്ട്, ഗൈബിയായ വിവരം അല്ലാഹു തആല കൊടുക്കലുണ്ട് എന്നുള്ള തെളിവാണ്. ലഫ്ളിയായ പ്രയോഗത്തിലും കാണാം. എന്തുകൊണ്ട് ഫഹിജ്റത്തു ഇലാ മാ ഹാജറ ഇലൈഹി ഇലല്ലാഹി വറസൂലി പറഞ്ഞില്ല. എന്തുകൊണ്ട് അള്ളയും റസൂലാകുമ്പോൾ ഒന്നേ ഉള്ളൂ. മറ്റേതാകുമ്പോൾ കച്ചവടം, അല്ലെങ്കിൽ അത് മറ്റാള് മറ്റേത് മറിച്ചേത് പല ഇനങ്ങളാണ്. അപ്പൊ എണ്ണിയാ തീരുവോ? അപ്പൊ ഇലാ മാ ഹാജറ ഇലൈഹി മൊത്തത്തിൽ ഇങ്ങോട്ട് പറഞ്ഞേക്കുക. അപ്പൊ ഇത്രയും ബലാഗത്തുള്ള ഒരു ഹദീസ് പറയാന്ന് പറഞ്ഞാൽ റിസാലത്തിന്റെ തെളിവാണ്. അപ്പൊ മുബാഹായ കാര്യമാകുമ്പോൾ കൂലി കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവിടെ പോയാൽ നല്ല കച്ചവടം കിട്ടുമെന്ന് വെച്ചിട്ടാണ് പോയത്. അല്ല ദുന്യ മക്കത്ത് ചില ഭാഗത്തെ സാധനം മദീനത്ത് ചില പോകും, അപ്പൊ നല്ല ലാഭം കിട്ടും. അപ്പൊ ദുന്യ യുസിബുകയില്ലേ. തെറ്റായ കാര്യമല്ലെങ്കിലും മറ്റേനെ അപേക്ഷിച്ച് കൂലി കുറവല്ലേ. അപ്പൊ നഷ്ടക്കച്ചവടം വരണ്ടാന്ന്. മറ്റേന് ലാഭം കിട്ടുമെങ്കിലും ഇതിന് കുറവ് വരാൻ പാടില്ല. അതൊരു തർത്തീബ്. അത് ലക്ഷ്യം വെക്കാൻ പറ്റിയ സാധനമല്ലാത്തോണ്ട് പറഞ്ഞു. ഇനി എന്ന് പറഞ്ഞു ഹിജ്റയിൽ എടുത്തു പറഞ്ഞത്. അപ്പൊ സലാത്തും നോമ്പും നിസ്കാരവും നോമ്പും സദക്ക എല്ലാം പറയാമല്ലോ. കാല സയ്യിദുൽ ഇമാം അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നു, വഖസ്സൽ ഹിജ്റത, ഹിജ്റയെ പ്രത്യേകമാക്കി. എന്തിനാ? അലൈഹിസ്സലാത്തു വസ്സലാം മറ്റുള്ള അമാലിന്റെ അടിയിൽ തംബീഹൻ അലൽ കുല്ലി ബിൽ ബഅദ്, ബഅദ് പറഞ്ഞിട്ട് കുല്ല് അറിയിച്ചതാണ്. അപ്പൊ ബഅദ് പറഞ്ഞെങ്കിലും കുല്ല് മുറാദ്. അപ്പൊ എന്തായി? ഉസൂലിൽ പറഞ്ഞു എന്ത്? ബഅദ് പറഞ്ഞിട്ട് കുല്ല് മുറാദാക്കും, കുല്ല് പറഞ്ഞിട്ട് ബഅദ് മുറാദാക്കും, തിരിച്ചുകൊണ്ട്. ഇന്നല്ലദീന കഫറൂ എന്നത് ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. കുഫാറുകളായ കൂട്ടർ തങ്ങൾ പേടിപ്പിച്ചാലും ഇല്ലെങ്കിലും ഓർ വിശ്വസിക്കില്ല. ഹുക്മ് നടക്കോ? എത്ര ആൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്? അതിനർത്ഥം എന്താണ്? ലഫ്ള് ആമാണെങ്കിലും മുറാദ് ഖാസാകുന്നു. അപ്പൊ ഇന്നല്ലദീന കഫറൂ എന്ന പ്രത്യേക വ്യക്തികളെ കണ്ടെത്തിയിട്ടാണ്. ഓനാ ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഓന്റെ പേര് പറഞ്ഞാൽ എന്താക്കും? പിന്തിരിഞ്ഞു വന്നാ നേതാവില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിന് ശരിയാകുന്നു. അതിന്റെ ഹിക്മത്ത് അതാണ്. പറയുമ്പോ ആമായിട്ട് പറയാം. അപ്പൊ അവിടെ എന്തുണ്ട്? ആമ് പറഞ്ഞിട്ട് ഖാസ് മുറാദ്. ഇവിടെ ഖാസ് പറഞ്ഞിട്ട് ആമ് മുറാദ്. റമങ്കാനത്ത് ഹിജ്റത്തുഹു എന്ന് ബഅദ് പറഞ്ഞാലും ബഅദ് ചേരുമല്ല, ബഅദല്ലേ കുല്ല് മുറാദായിക്കൂടാ. റമങ്കാനത്ത് ഹിജ്റത്തുഹു ഖിറാഅത്തുഹു സലാത്തുഹു സകാത്തുഹു വഹജ്ജു അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കോ. കാരണം ലിഅന്ന മിനൽ മഅലൂമി ഇൻദ ഉലിൽ അഫ്ഹാം, ഫഹ്മുള്ള ആളെടുക്കൽ അറിയപ്പെട്ട കാര്യമാണ് അന്നൽ ഇഖ്ബാറ ലൈസ ഖാസൻ ബിൽ ഹിജ്റ. ഇഖ്ബാർ ഹിജ്റ കൊണ്ട് മാത്രം പരിമിതമല്ല എന്ന് തിരിയും ഫഹമിന്റെ ആളുകൾക്ക്. പക്ഷെ അന്നേരം ചോദിക്കും, ഈ ഹിജ്റ ഇല്ലാത്ത നിസ്കാരം പറഞ്ഞൂടെ? എന്നാലും പറയാല ബാധ കൊണ്ട് കൊല്ലുമ്പോൾ അറിയിക്കില്ല. പക്ഷെ ഒരാളിവിടെ ഉണ്ട്, ഒരു മുഹാജിറോട് ഉണ്ടായത് കൊണ്ട് ഹിജ്റ വരേണ്ടി വന്നു. ചമ്മാസം നോക്കിയെന്നു. അപ്പൊ മക്കത്തിറങ്ങിയ ആയത്താണ്. അവിടെ നമുക്ക് കേരളക്കാർക്ക് ബാധകമല്ലാന്ന് മുസ്ലിംകാർ പറയുന്നുണ്ടെങ്കിൽ മുസ്ലിംകാർക്ക് കുഫറിലായിപ്പ് ഉള്ളത്. ഇസ്ലാം, ഇസ്ലാമിന്റെ എല്ലാ വിധിവിലക്കുകളിലും ഇതാമാകുന്നു. قال الإمام سيدنا النبوي رضي الله عنه هذا الحديث, ഈ ഹദീസ് മിൻ ഉസൂലിൽ ഇസ്ലാമിൽ പെട്ടതാണ്. ഒന്ന്, മുജ്മഉൻ അലാ അളീമി മൗഖിഹി വജലാലിഹി വജലാലതിഹി, ഇതിന്റെ മൗഖി എന്ന് വെച്ചാൽ അതിന്റെ ആ ഫലസിദ്ധിയും അതിന്റെ ജലാലത്തും വളരെ അളീമാണ് എന്നുള്ളതിന്റെ മേൽ ഇജ്മാ ഉണ്ട്. ഹദീസിന്റെ മഹത്വം അറിയും. മൂന്ന്, ബഹു ഇഹ്ദാ ഖവാഇദിൽ ഈമാനി, ഈമാനിന്റെ തൂണുകളിൽപ്പെട്ട ഒന്നാണ്. കാരണം നീയത്തല്ല ചർച്ച വെച്ചത്.
അവ്വലു ദാഇമിഹി, ഈമാനിന്റെ തൂണിന്റെ കൂട്ടത്തിൽ ഒന്നാമത്തെ തൂണാണ്. ഒന്നാമത്തെ തൂണ്. കാരണം നിയ്യത്തില്ലാതെ ബാക്കി ശേഷമെല്ലാം ബാത്തിലല്ലേ. قال الشافعي رضي الله عنه പറയുന്നു يدخل في هذا الحديث 70 بابا من الفقه, ഫിഖ്ഹിൽപ്പെട്ട 70 ബാബുകൾ ഉൾക്കൊള്ളും. അല്ല വഖാല അയ്ദൻ ഹുവ സുലുസുൽ ഇൽമി, ഇൽമിന്റെ മൂന്നിലൊന്നാണ്. എന്താ മൂന്നിലൊന്ന്? മൂന്നിലൊന്നിന്റെ വകുപ്പ് പറയും. വഖദ് ഇബ്തദഅ ബിഹി ഇമാമു അഹ്ലിൽ ഹദീസി ബിലാ മുദാഫഅത്തിൻ, ആർക്കും എതിരഭിപ്രായമില്ലാതെ ഹദീസിന്റെ ഇമാമാണെന്ന് പറയപ്പെട്ട ഒരു നേതാവുണ്ടല്ലോ. ആരാണ്? അബൂ അബ്ദില്ലാഹിൽ ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹി, സഹീഹിൽ വഹയിന്റെ ബാബ തുടങ്ങുന്നെങ്കിലും ഇതാണ് ആദ്യം തുടങ്ങിയത്. നമ്മളന്ന് സമാപനത്തിൽ പറഞ്ഞ ونقل جماعة أن السلف كانوا يستحبون افتتاح الكتب بهذا الحديث. സലഫു സാലിഹ്യങ്ങളിൽപ്പെട്ട ഒരു സംഘം ഉലമാവ് തന്നെ അവരുടെ കിതാബിന്റെ തുടക്കം ഇതുകൊണ്ടായിരിക്കണമെന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. എന്തിനാ? തംബീഹൽ ലിത്വാലിബി അലാ ഹുസ്നുൻ നിയ്യ, നല്ല ഹുസ്നുൻ നിയ്യത്ത് വേണമെന്ന് ആ കിതാബ് പഠിക്കുന്ന ആൾക്ക് അറിയിച്ചു കൊടുക്കാൻ. വഇറാദത്തിഹി വജ്ഹല്ലാഹി തആല ഫീ ജമീഇ അഅമാലി അൽ ബാരിസ വൽ ഖഫിയ, പരസ്യമായ അമലായാലും ശരി ഖഫിയായ അമലായാലും ശരി. ഇൻതഹാ എന്ന് പറഞ്ഞാൽ നബി ഇമാമിന്റെ നക്കല് അല്ല, ഷാഫി ഇമാമിന്റെ നക്കല് ഇമാമിന്റെ നക്കല്. وقال الإمام السيوطي رحمه الله പറഞ്ഞ ഹദീസിനെ പറ്റിയേ ഫിൽ അശ്ബാഹി വൻ നളാഇർ എന്ന് പറഞ്ഞ കിതാബാണ്. ഒരു ഫിഖഹിയായ മസലകൾ പറയുന്നത്. ഏലം അന്നഹു ഖദ് തഖത്തവതറൻ നഖ്ലു അനിൽ അഇമ്മത്തി, അയിമ്മത്തിനെ തൊട്ടുള്ള റിപ്പോർട്ട് മുതവാത്തിറായി വന്നിട്ടുണ്ട്. ഫീ തഅലീമി ഖദ്രി ഹദീസിൻ നിയ്യ, നിയ്യത്തിന്റെ ഹദീസിന്റെ അളവ്, അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് തഅലീമാക്കിക്കൊണ്ട് എല്ലാവരും പറഞ്ഞു. قال أبو عبيدة رضي الله عنه ليس في أخبار النبي صلى الله عليه وسلم شيء أجمع وأغنى وأكثر فائدة منه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖ്ബാറുള്ള ഹദീസുകൾ അതിൽപ്പെട്ട ഇത്ര മാത്രം അജ്മഉം മസായിൽ ഒരുമിച്ച് കൂട്ടിയതും ഏറ്റവും ഖനിയാക്കുന്നതും ഏറ്റവും ഫായിദ കൂടിയതുമായ മറ്റൊരു ഹദീസ് കാണാൻ കഴിയൂല. واتفق الشافعي وأحمد بن حنبل وابن مهدي وابن المديني وأبو داود والدارقطني وغيرهم رضي الله عنهم على أنه ثلث العلم, ഇൽമിന്റെ സുലുസാണ് ഇവരെല്ലാവരും നേരത്തെ പറഞ്ഞില്ലേ. എന്തുകൊണ്ട്? വവജ്ജഹൽ ബൈഹഖിയു, ബൈഹഖി മാദിന് തൗജീഹ് പറഞ്ഞു ഇൽമിന്റെ മൂന്നിലൊന്നാകുന്നത് എങ്ങനെയാണ്. എന്താണ്? കൗനഹു സുലുസുൽ ഇൽമി ബിഅന്ന കസ്ബൽ അബ്ദി, അബ്ദിന്റെ കസ്ബ് യഖഉ ബിഖൽബിഹി വലിസാനിഹി വജവാരിഹി, മനസ്സാ വാചാ കർമ്മണ. അല്ല പണ്ടേ പറയല് മനസ്സാ ഏത്? ബിഖൽബിഹി, വാചാ ലിസാനിഹി, കർമ്മണ ജവാരിഹി. അപ്പോൾ ഫന്നിയ്യത്തു അഹദു അഖ്സാമിഹി സലാസതി, ഈ മൂന്ന് കിസ്മിലേതാണ് നിയ്യത്ത്? കൽബിലാണ്, മനസ്സാ. മാത്രമല്ല വാർജഹ, അതിലേറ്റവും മുന്തിയത് മറ്റേ രണ്ടിനെയും ഭരിക്കുന്നത് ഏതാണ്? ഇതാണ്. ലിഅന്നഹാ ഖദ് തകൂനു ഇബാദത്തൻ മുസ്തഖില്ലതൻ, അത് മുസ്തഖില്ലുൻ ഇബാദത്താണ്. അമലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിയ്യത്തുണ്ടായി വെച്ചാൽ അത് ഇദാ സദഖുല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അത് മുസ്തഖില്ലുൻ ഇബാദത്താണ്. വഗൈറുഹാ മുഹ്താജുൻ ഇലൈഹാ, ബാക്കിയുള്ള അമൽ നിയ്യത്തിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്താണ്? അതാണ് നിയ്യത്തുൽ മുഅ്മിൻ ഖൈറും മിൻ അമലിഹി എന്ന് പറഞ്ഞു. അത് മുഅ്മിനിന്റെ നിയ്യത്ത് അമലിനാക്കാണ് ഖൈറാണ്. ഇത് വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു ഹദീസാണ്. അമലൊന്നും ചെയ്യാണ് നിയ്യത്ത് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയാ? ഞാൻ ലുഹ്റിരിക്കുമോ നിയ്യത്ത് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, നികച്ചിട്ടുമില്ല. അവരാ ഖൈറുട്ടിയത്? അതിന്റെ അർത്ഥം അങ്ങനെയല്ല, പല അർത്ഥങ്ങളുണ്ട്. നിയ്യത്തിന് റിയാവ് വരാൻ കഴിയില്ല, അമലിന് റിയാവ് വരാം. കാണുന്നുണ്ട് അങ്ങനെ പല വിധ. വഖാല റഹിമഹുല്ലാഹി ഫീ മൗളിൻ ആഖറ മിനൽ കിതാബിൽ മദ്കൂർ, മേൽ പറയപ്പെട്ട കിതാബില്ലേ ഇത് അശ്ബാഹു വൻ നളായിർ, അതിൽ വഖദ് ഖീല ഫീ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി നിയ്യത്തുൽ മുഅ്മിൻ ഖൈറും മിൻ അമലിഹി എന്ന് പറഞ്ഞ വ്യാഖ്യാനം ഇന്നൽ മുഅ്മിന യഖ്ലുദു ഫിൽ ജന്നതി, ഒരു മുഅ്മിന് സ്വർഗ്ഗത്തിൽ കാലകാലം താമസിക്കും. വഇൻ അതാഅ അല്ലാഹ മുദ്ദത ഹയാതിഹി ഫഖത്ത്, അവന്റെ ജീവിതകാലം കുറച്ചിലുണ്ടാവുള്ളൂ. ആഖിറത്തിലേക്ക്
അതിൽ മാത്രം ഭയപ്പെട്ടാലും ശരി സ്വർഗത്തിൽ കാലകാലം, ഇവിടെ കുറഞ്ഞ കാലം. കണ്ടോ, നീയത്തഹു അവന്റെ കാലകാലം കിട്ടിയ എങ്ങനെയാ? ഇവന്റെ നീയത്ത് ലൗ അന്നഹു ലൗ ബഖിയ അബദൽ ആബാദി, എനിക്ക് ഇത്രയും ദീർഘായുസ് ഖിയാമത്ത് വരെ ദീർഘായുസ് കിട്ടിയാൽ ഈ അമൽ ഞാനിങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ലസ്തമതൽ ഈമാൻ. അപ്പൊ ചെയ്തോടത്തോളം ചെയ്യുകയും ബാക്കി ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്. കേട്ടാ, ഇവിടെ 10 കൊല്ലം ഇബാദത്തെടുത്തിട്ടുണ്ടാവും, സ്വർഗത്തിൽ കാലാകാലം. എന്താപ്പാ 10 കൊല്ലത്തിന് എങ്ങനെ കാലാകാലം കിട്ടി? 10 കൊല്ലം ചെയ്തോടത്തോളം ചെയ്യുകയും ഇനി 1000 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ 990 കൊല്ലവും ഞാൻ അമൽ ചെയ്യുന്നുള്ള നീയത്തിന്റെ മുകളിൽ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ആ നീയത്തിനാണ് കൂലി കിട്ടിയത്. ബിൽ ഖുലൂദി ഫിൽ ജന്ന ഉണ്ട് അല്ലേ? ഇതുപോലെ കമാ അന്നൽ കാഫിറ യുഖല്ലദു ഫിന്നാർ, തിരിച്ചുവെക്ക്. അതെങ്ങനെ? വയില്ലം യസില്ലാഹി ഇല്ലാ മുദ്ദത ഹയാതിഹി ഫഖത്ത്, അവനിക്ക് കിട്ടിയ ആയുഷ്കാലത്തെ കുറ്റം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഖുലൂദ് എന്തോ ഗീലി ഖിയാമത്ത് നാൾ വരെ ഇത് ചെയ്യണം എന്നുള്ള നീയത്താണുണ്ട്. കഴിച്ചുവാക്ക് ജീവിതകാലത്ത് കുഫ്രാന്ന് പറഞ്ഞ നീയത്ത്, അതൊരു അർത്ഥം. വഅനിൽ ഹസനിൽ ബസ്രി ഇന്നമാ ഖുല്ലിദ അഹ്ലുൽ ജന്നത്തി ഫിൽ ജന്നത്തി വഅഹ്ലുൻ നാരി ഫിൻ നാരി ബിന്നിയാത്ത്. അതാണ് ഇപ്പം പറഞ്ഞതന്നെ. അത് മൂപ്പർ പറഞ്ഞതിനാ ഹസനുൽ ബസ്രിന്റെ കലാം കൊണ്ട് തെളിവ് കൊടുത്തതാണ്. ശ്രുതിമമ്മ പറഞ്ഞാള് അത് ഹേജയിൽ കുറെ ഏരിയക്കനുസരിച്ചുണ്ട് പറയാം. വഫാദ സയ്യിദുനൽ ഇമാമു അൽ ആരിഫു ബില്ലാഹി അദ്റൂസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു അലാ ഖൗലിഹി നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി. മൂപ്പർ വേറെ അർത്ഥം എന്താണ്? അന്നൻ നിയ്യത മിൻ അമാലിൽ ഖൽബി, കൽബിന്റെ അമലാണ്. അപ്പൊ അമൽ എന്തിൽ നിന്ന് ഉടലെടുത്തോ അതിനനുസരിച്ച് ഖൈർ എത്തുന്നു. നാവും ജബാരിയും നോക്കിയാൽ നാവിനുള്ള പ്രാധാന്യം അല്ല, കൽബിന്. കൽബല്ലേ ഹാക്കിമ്. നാവും കൽബിനെ അപേക്ഷിച്ച് അല്ല, ജവാരിയും നാവും കൂടെ നോക്കിയാൽ നാവിനം അങ്ങനല്ല, കൽബും കൂടെ കൂട്ടി. ഈ 3 കൂട്ട്, അതിന് 2 കൂട്ട്, നാവും കൽബും കൂടെ കൂട്ട് കൽബിന്. അതുകൊണ്ടല്ല ഇമാം നവവി തങ്ങൾ പറഞ്ഞ എന്താണ്? ദിക്റുൽ അഫ്ളൽ ഏതാ? കൽബും നാവും കൂടി സഹകരിച്ചാൽ ദിക്റിന് പവർ കൂടി. 2 ഉണ്ട്. അത് വിട്ടാൽ പിന്നെന്താണ്? കൽബിന്റെ ദിക്റാണ്. കാരണം അതിലൊന്നേലുള്ളൂ, തൊട്ടടുത്ത്. അതും വിട്ടാൽ കൽബില്ലാതെ കണ്ട് നാവിന്റെ ദിക്റുണ്ട്. അപ്പൊ നമ്മ ഇന്ന് ചെല്ലുന്ന 3 നമ്പർ ദിക്റാണ്. നാവ് കൊണ്ട് മനസ്സിലോ ഒന്നില്ലേ, അതുകൊണ്ട് കൽബുണ്ടാകില്ല. വഅമാലുൽ ഖൽബി അതമ്മു വഅക്മലു മിൻ അമാലിൽ ജവാരിഹി, ജവാരിഹി കൊണ്ട് ചെയ്യുന്ന അമാലിനാക്കാണ് അത്തമ്മും അക്മലും കൽബിന്റെ അമലിന് കിട്ടും. അപ്പൊ ഖൈരിയത്ത് കിട്ടി. അപ്പൊ വതകൂന ഹാദിഹിൽ മുഖായറത്തു, ഇതാ മുഖായറത്ത് ഖൈർ കൊണ്ട് താരതമ്യം ചെയ്യല്. എന്തിനാണ് ഖൈർ? തൂക്കം നോക്കണം. ഖൈറിലെ തൂക്കം ഇൻബിജ്തിമാഇൽ അമലി വന്നിയ്യ, അമലും നിയ്യത്തും കൂടെ ഒരുമിച്ച് കൂടും. അമലും നീയത്തും കൂടെ ഒരുമിച്ച് കൂടിയാൽ ഈ അമലിനാക്കാണ് നീയത്തിന്റെ ഖൈർ കിട്ടിയത്. കാരണം നീയത്തിന്റെ സ്ഥാനം കൽബിലാണ്. അപ്പൊ ജവാരിഹിനും കൽബിനും തമ്മിലുള്ള മാറ്റം പോലെ എന്താകും? അതിന്റെ അമാലുകൾക്കും മാറ്റം വന്നു. ഇനി അമ്മാൽ അമലി അനിന്നീയത്തി, അമലെന്താ? നീയത്തില്ലാണ്ടായി. എന്നാ ഫഹുലാശയ, അത് പേടായി. ഇനി വന്നീയത്തു ബിലാ അമലി, അപ്പൊ ആകെ 3 സൂറത്തിലുണ്ടാവില്ലേ? പിന്നെ അമലിലാണ് നീയത്ത് വന്നാൽ വൈകാനലഹ ഫളുൻ, അതിന് ഫളുണ്ട്. ഫളുണ്ടെങ്കിലും 2 കൂടി ചെയ്തതിന്റെ ഫളുണ്ടാവില്ല, പകുതിയിലുള്ളൂ. പകുതിയിൽ കുറച്ച് കവിയും. നീയത്തും വല അമലുൻ, അമലുമില്ല നീയത്തുമില്ലാത്ത ആളിലേക്ക് ചേർത്തിട്ട് നീയത്തുണ്ടല്ലോ എന്ന് കിട്ടി. എല്ലാ താരതമ്യം ചെയ്തു. വമ്മൽ അമലുൽ മഖറൂന ബിന്നിയ്യത്തി, കേടാ, നീയത്തിനോട് ചേർക്കപ്പെട്ട അമലി ഫലാ ലുഹൂക, പിന്നെ ലിന്നിയ്യത്തിൽ മുഫറദത്തി ബി, അവിടെ മുഫറദായ നീയത്തിലേക്ക് ചേർക്കൂല. ഇത് അമൽ ഫദ്ലൻ അൻ തകൂന ഖൈറൻ മിന്നു, എന്നിട്ടല്ല അതിനേക്കാണ് ഖൈറാവലി. എന്നിട്ട് പറയുന്നത് വൽ ഇസ്തിശ്ഹാദു ബി ഹാദൽ ഹദീസി, ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കലി.
എപ്പോ ഇന്ത ഫവാത്തിൽ അമല് തീരെ ഇല്ലാണ്ട് ബിഹാദൽ ഇത്തിബാരി ഫീ ഗൈരി മഹല്ലിയത് അസ്ഥാനത്താ തെളിവുപിടിക്കലാണ്. അതെ, ചെയ്യാണ്ടിരിക്കുക എന്തിനായിരിക്കും നിയ്യത്തുണ്ടെന്നും പറയാം, അത് പറ്റില്ല. താരതമ്യം അടുത്തേക്ക് നോക്കിയിട്ടല്ല, നിയ്യത്തുൾപ്പെടെ രണ്ടെണ്ണം വന്നു. എന്നാൽ എന്താ സ്ഥാനം അല്ലേ? അമലില്ലാണ്ട് നിയ്യത്ത് വന്നു, എന്നാ സ്ഥാനം? നിയ്യത്തില്ലാതെ അമല് വന്നു, എന്താ സ്ഥാനം? ഇതാണ് ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത്. കുറെ അതും പറഞ്ഞിട്ടുണ്ട്. قال سيد الإمام محمد بن زين الحبشي رضي الله عنه قد كثر كلام العلماء ഉലമാഇന്റെ കലാം അധികരിച്ചിട്ടുണ്ട്. വഖ്തിലാഫുഹും അവർ ഇഖ്തിലാഫും അധികരിച്ചിട്ടുണ്ട്. എന്തിന്? ഫീ തഹഖീഖ് മാരിഫത്തി നിയ്യത്തി വമാഹിയ, എന്താ ഈ നിയ്യത്ത് എന്ന് പറഞ്ഞ സാധനം, അതിന്റെ മാഹിയത്ത് എന്താണെന്ന് പറഞ്ഞതിൽ കുറെ അഭിപ്രായ വ്യത്യാസം. അപ്പൊ ചിലർ ഇങ്ങനെ പിടിച്ചിട്ടെല്ലാം കൂടെ കളിക്കുക, എന്നിട്ട് അവിടെ ഒരാഴ്ച കാലം ഒന്നും ഉണ്ടാക്കുക, രാവിലെ കഴിഞ്ഞിട്ട് രാത്രിയിലായാലും ഒന്നും ഉണ്ടാക്കി തീർന്നിട്ടില്ല, കൈ കെട്ടിയിട്ടാണ് കുട്ടം കിട്ടുന്നേ ഇല്ല, ഇല്ല ഇത്തലേക്ക് ഇഷ്ടലാഫായി. ഞങ്ങൾക്ക് ഒരാളെ അവിടെ നിൽക്കുന്നുണ്ട്, പഠിച്ചോണ്ട് ഇന്ന് തോന്നിക്കാറുണ്ടാവില്ല, ഇയാളെ തുടങ്ങാൻ സ്റ്റെപ്പിൽ ഒന്നും പോയല്ല, ബേക്കുന്ന എല്ലാം ഇന്ന് നിൽക്കാറുണ്ടോന്ന് ചോദിക്കാനോ? കാരണം നീയത്ത് ഹാജരാക്കിയത് ഇത് അലിഫിന്റെ റാന്റെ ഇടയിൽ മഹമ്മൂദിലൊക്കെ ചോദിച്ചാൽ അലിഫ് ഉണ്ടാകുന്ന വെച്ചാൽ പ്ലെയറാന്നുള്ള പ്ലെയറിന്റെ കൊണ്ട് ഇങ്ങനെ എടുക്കാനാ? ഈ മുക്കാരണത്തുന്നത് ഇങ്ങനെയാ, ട്യൂസറുണ്ടല്ലോ എടുക്കുന്നത്, ഇത് അലിഫ് ഇതിടാവും, അതിനോട് ഇരുമ്പ് ചുട്ടാനാ പറഞ്ഞു, ഇങ്ങനെ വേണ്ടി. ഇത് നീയത്ത്, ഇത് തക്ബീർ. അപ്പോൾ നീയത്ത് കുറെ കഴിഞ്ഞിട്ട് ഇടക്ക് മെല്ലോ വന്നിട്ട് തക്ബീർ കിട്ടിയാൽ അതായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. അത് ഇസ്തിസാബ് ചെയ്ത് അങ്ങനെ തന്നെ കരുതിച്ച് വരെയുള്ള അക്ബർ പറഞ്ഞാലും മതി. ഇന്നലെ മകൻ വയ്ക്കാത്ത നടക്കാത്ത കിട്ടൂല നമുക്ക് തോന്നിപ്പോയി. എന്നാലും നമ്മൾ ജമാഅത്ത് ഇല്ലാത്ത ഒരു തരം അനാസ്ഥക്കാരാണ്. ഒന്നോട്ട് കയറിയ പാടെ നഷ്ടമൊന്നും ചെല്ലിയ പാടെന്തൊക്കെ പള്ളിക്കുന്നതിന് മുമ്പ് തന്നെ മകൻ വയ്ക്കാത്തതിന് അംഗീകത്ത് ചെയ്തു പോയ പാടെ അള്ളാഹ് പറഞ്ഞു. അവിടെ എന്നിട്ട് കാട്ടിയാൽ എന്താവും? ഒന്നാമത് ഇറക്കാത്ത പോകും, നീണ്ടിട്ടില്ല എൻ്റെ നീയത്ത് ഇറക്കുന്നേ ചെയ്ത് അതിന്റെ ഇടയിൽ ഒരു ഫസൽ വന്നിട്ടില്ല. ഇനി ഇവിടെ തന്നെ നീയത്ത് നിന്നിട്ട് പോവാ, ഇടക്കൊന്നും കലരാത്ത രീതി മുഖാരണത്തുണ്ടായാൽ മതി. അതാ അപ്പൊ എന്താ ഈ നീയത്തിന്റെ മാരിഫത്ത് എന്താണ് എന്നുള്ള തഹഖീഖാക്കുന്ന വിഷയത്തിൽ ഇഖ്തിലാഫ് വന്നു. വലം യഹ്സുൽ മിൻ കസറത്തി ദാലിക, അത് വർദ്ധിച്ചു വന്നതിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല തശ്വീഷ്, തശ്വീഷ് ഉണ്ടാക്കലല്ലാണ്ട് വേറൊന്നും ഇതുണ്ടായിട്ടില്ല. ആർക്കാ തശ്വീഷ്? അലാഹിൽ ഖുസൂർ, പോയത്തക്കാർക്ക് തിരിഞ്ഞാക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹഖീഖത്തുൻ നിയ്യത്ത് ഫീ നഫ്സിഹ, നിയ്യത്തിന്റെ ഹഖീഖത്ത് എന്താണ്? ഫീ നഫ്സിൽ ഖാതിറുൻ, കൽബിൽ വരുന്നൊരു ഖാതിറാണ്. യഖ്തുറു ഫിൽ ഖൽബി, കൽബിൽ വരുന്നത് ഫീ അസ്റഇ വഖത്തിൻ, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ, വളരെ വേഗതയിൽ. അപ്പൊ വലൈസത്തിൻ നിയ്യത്ത് ഫീ നഫ്സിഹ ഇഖ്തിയാരിയ, അപ്പൊ നിയ്യത്ത് ഫീ നഫ്സിലേക്ക് നോക്കി ഇഖ്തിയാരി അല്ല, കൽബിലേക്ക് വരുന്ന ഒരു ഹാലാണ്. അപ്പൊ ഇഖ്തിയാരി അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാൻ കൽപ്പിക്കണമെന്ന പിന്നെ ചോദ്യം. വൈന്നമാ ഫി ഇഖ്തിയാരല്ലവതി മുഖദ്ദിമാതുഹ, ഏതുപോലെ ഈമാൻ ഇഖ്തിയാരിയാണോ ഗൈർ ഇഖ്തിയാരിയാണോ എന്ന് ചർച്ചയുണ്ട്. വെക്കലായിന്റെ അടുക്കൽ ഈമാൻ എന്നുള്ളത് ഇഖ്തിയാരി അല്ല എന്നാണ്, അത് ഇൻഫിയാലാണ്. അപ്പൊ പിന്നെ ആമിനൂന്നല്ല കൽപ്പിച്ചതോ? ആ കിട്ടാൻ ആവശ്യമായ കാര്യം മുഖദ്ദിമാത്ത് ചെയ്യുക, അള്ളാന്റെ ആയാത്തും ബയ്യിനാത്തും അവന്റെ തൗഹീദും ഉലൂഹിയത്തും മനസ്സിലാക്കുക, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസാത്തും മനസ്സിലാക്കൽ ഇവർക്ക് ഇഖ്തിയാരി. ആ ഇഖ്തിയാരി ചെയ്യുമ്പോൾ ഇത് വന്നോളൂ. രോഗത്തിന്റെ ശിഫ എന്ന് പറഞ്ഞ ഇഖ്തിയാരിയാണോ അല്ലയോ? ഇഖ്തിയാരിയല്ല. പിന്നെ ഇഖ്തിയാരിയായി അതിന് മരുന്ന് കുടിക്കണം, ഓട്ടർ കാണണം, മരുന്ന് കുടിക്കണം, പഥ്യം ആചരിക്കണം എന്നത് വരുമ്പോ ഇത് അള്ളാഹ് കൊടുക്കും. അപ്പൊ മുഖദ്ദിമാത്ത് എന്താണ്? കൽ ഇൽമി ബി ഫളീലത്തിൽ മൻവി, ആ കരുതപ്പെട്ട സാധനത്തിന്റെ ഫളീലത്ത് ആദ്യം അറിഞ്ഞാൽ അത് ഇഖ്തിയാരിയാണ്. അറിയുമ്പോൾ എന്താകാം ചെയ്യണോ എന്നുള്ളത് ഗൈർ ഇഖ്തിയാരിയാ, നിയ്യത്താണ് വരുന്നത്. എന്തോ ഒരു തഹ്ഖീഖാണ് മുസന്നിഫിന് എന്താ ഇപ്പം കൊടുക്കേണ്ടത്? അള്ളാഹിന്റെ റിദ്വാൻ കൊണ്ട് ഇതാക്കാന്നല്ല, റിദ്വാനും മിനല്ലാഹി അക്ബർ. അങ്ങനെയുള്ള റിദ്വാനുൽ അക്ബർ അല്ലാഹു തആല മുസന്നിഫിന് കൊടുത്ത് അല്ലാഹു തആല അവന്റെ സാലിഹ്യങ്ങളിൽ നിന്ന് കബൂൽ ചെയ്തതുപോലെ അങ്ങനെ കബൂൽ ചെയ്ത് കിട്ടിയാൽ എന്നല്ലാണ്ട് വേറെന്താ പറഞ്ഞോട്ട് നമുക്ക് ബാക്കിയില്ല.
അവർ മനസ്സിന്റെ ഒരു അതാണ് ഖസാലിമാവിന് ഒരു ചേതോവികാരം, ഒരു ബായിസ്. അതായത് ഈ ഉദ്ദേശം കൊണ്ട് ചെയ്താൽ അവിടെ എന്താ കിട്ടാന്ന്. അപ്പൊ സോപ്പിൽ നിന്നുകൊണ്ട് കാട്ടിക്കൊണ്ടുവന്നൊന്നും എന്തല്ല, ഇതൊന്നല്ല. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.